ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. പുറമെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഉള്ളിവടയാണെന്ന്. എന്നാൽ ഇത് ഉള്ളിവടയല്ല, അതിനേക്കാളും രുചിയിലുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഞാനിവിടെ നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും സഹായിക്കും. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി നമ്മൾക്ക് പിന്നെ നോക്കിയിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് കായത്തിന്റെ പൊടി കൂടെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായത്തിന്റെ പൊടി ചേർക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം ഇതുപോലെ കൈ ഉപയോഗിച്ച് നല്ലപോലെ ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് അളവ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് കുറച്ചായിട്ട് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് കുഴച്ച് വരുമ്പോൾ ചിലപ്പോൾ ബൈൻഡിങ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ബൈൻഡിങ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. കടലപ്പൊടി ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 4 മുതൽ 6 ടേബിൾ സ്പൂൺ അളവിൽ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 4 സ്ലൈസ് സാധാരണ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അരികുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇനി ഒരു സ്ലൈസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പുതിയ ബ്രെഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുത്താൽ മതി. ഇതിന്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ പിസ്സ സോസ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിസ്സ സോസ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിന്റെ നടുഭാഗത്തേക്കായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സോസ് സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് ഈസി ആയിട്ട് നമുക്കൊന്ന് അമർത്തിയെടുത്ത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ അരികുകളൊക്കെ ഒന്ന് നന്നായിട്ട് അമർത്തി കറക്റ്റായിട്ട് സീലായി എന്ന് ഉറപ്പ് വരുത്തണം. ഈ ഒരു രീതിക്ക് 4 ബ്രെഡ് സ്ലൈസസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കുന്നത്ര സമയമാണ് ഞാനിവിടെ ഉള്ളിയുടെ ആ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഒരല്പം കൂടി കുഴഞ്ഞ രീതിക്ക് ആയിട്ടുണ്ട്. ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് അത്യാവശ്യം അത് ലിക്വിഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാൻ പാകത്തിനായിരിക്കണം നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. അപ്പോൾ ദാ കൂട്ടിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൽ കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ രീതിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ലിക്വിഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഉള്ളിയുടെ കൂട്ട് നന്നായിട്ട് പറ്റിപ്പിടിക്കുന്ന രീതിക്ക് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തോളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസ് ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ മയണൈസ് ഉപയോഗിച്ചോ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ 2-3 പലഹാരം കഴിക്കുന്ന രുചിയാണ് നമുക്ക് ഒന്നിച്ച് കിട്ടുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.